മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് തരികയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നമ്മെ ദൈവമല്ലേ തൻ്റെ സ്നേഹത്തോടെ, കരുതലോടെ വീണ്ടും ഈ പ്രഭാതത്തിലേക്ക് ക്ഷണിച്ചത്, വിളിച്ചത്. വിശ്രമത്തിലായിരുന്ന സർവ്വജീവജാലങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനെയും ദൈവമായ കർത്താവല്ലേ ഈ പ്രഭാതത്തിൽ തൻ്റെ സൂര്യരശ്മികളുടെ പൊൻകിരണങ്ങളാൽ വിളിച്ചുണർത്തിയത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ പ്രഭാതവും അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലും പിന്തിരിഞ്ഞു നോക്കി തമ്പുരാന് മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് നമുക്ക് ഓരോ ദിവസവും അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വലിയ സ്നേഹവായ്പിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തെ, ഈ ദിനത്തെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായി, അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് എത്തുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനത്തിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകമാമിതം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ നമ്മേവരെയും ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരിക്കലും ദൈവ തിരുവചനങ്ങളുടെ അന്തരാഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നാം ഓരോരുത്തർക്കും സാധ്യമാവില്ല. വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപയ്ക്കായി നമുക്കൊന്നു ചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രിയ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ, ചിന്തയെ, ബുദ്ധിയെ എല്ലാം അവിടെ നിന്ന് പ്രത്യേകമാംവിധം ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ദാഹത്തോടെ വചനം കേൾക്കുവാനും ഉണർവോടെ വചനത്തിന് ഫലം നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്കെല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യർക്കും ഏറെ ഭയം നൽകുന്ന ഒരു രോഗമാണ് ക്യാൻസർ രോഗം. ആ രോഗത്തിൽ അടിമപ്പെട്ട് ഉത്കണ്ഠയിലും ആകുലതയിലും വേദനയിലും കഴിയുന്ന എല്ലാ രോഗികളിലേക്കും ദൈവത്തിൻ്റെ സൗഖ്യവും കരുണയും കടന്നു ചെല്ലുവാൻ ദൈവമേ കരുണയാകണമേ എന്ന്
ഈ ദിനം പ്രത്യേകമാവിധം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവം നമുക്കിന്ന് തരുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോടുകൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവനിതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ തിരുവചനങ്ങൾ കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം പ്രകാശത്തിൻ്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുക. ദൈവത്തിൻ്റെ മഹനീയമായ ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് സുവിശേഷകൻ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ പ്രത്യേകമാംവിധം സവിശേഷമാംവിധം ക്ഷണിക്കുകയാണ്. ഈ മനോഹരമായ തൻ്റെ ഉൾക്കാഴ്ചയിലൂടെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം മനോഹരമായി പരിശുദ്ധാത്മകൃപയിൽ നമുക്ക് ലോകം മുഴുവനും വേണ്ടി രചിച്ച് നൽകിയത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ ഈ തിരുവചനങ്ങൾ യേശു ജെറുസലേം ദേവാലയത്തിൽ കൂടാര തിരുനാളിൽ പങ്കെടുക്കാൻ പോയ ഒരു സന്ദർഭത്തിൽ ആ ദേവാലയത്തിൻ്റെ മോണ്ടളത്തിൽ നിന്ന് അവിടെ തടിച്ചുകൂടിയ വലിയൊരു പുരുഷാരത്തെ നോക്കി അഭിസംബോധന ചെയ്ത് പറയുന്ന വാക്കുകളാണ്. ഈശോ പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ആഴം, ഇതിൻ്റെ വ്യാപ്തി നാം ഓരോരുത്തർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരായിരിക്കാം ബഹുഭൂരിപക്ഷം പേരും. യേശുവിനെ അറിയുന്നവരാണ്, വചനം കേട്ടിട്ടുള്ളവരും നിരന്തരം അത് വായിക്കുന്നവരും ഒക്കെ ആകാം. അതുകൊണ്ട് യേശു പറയുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്കതായിരിക്കുന്ന പോലെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കുക, യേശുവിനെക്കുറിച്ച് ഒരിക്കലും അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. യേശുവിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല ഈ ജീവിതത്തിൽ. യേശു ആരാണെന്ന് എനിക്കറിയില്ല, സുവിശേഷം എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെങ്കിൽ, പ്രിയമുള്ളവരെ, അങ്ങനെയിലിരിക്കുന്ന ഒരാളോട് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അത് എത്രയോ അർത്ഥപൂർണമായിരിക്കും, അതെത്രയോ ആ മനുഷ്യന് ആശ്വാസജനകമായിരിക്കും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എത്രയോ പ്രവാചകന്മാരാണ് കാലയെ കൂട്ടി പ്രവചിച്ചിട്ടുള്ളത്. യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചന വാക്കുകളിൽ ക്രിസ്മസ് രാത്രിയിൽ വായിക്കുന്ന മനോഹരമായ
ഒരു പ്രവചന ഭാഗമുണ്ട്. സക്കറിയ പ്രവാചകൻ്റെ പ്രവചനമാണ്. ആ പ്രവചനത്തിൽ സക്കറിയ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, അന്ധകാരത്തിലും കൂരിരുളിലും കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, തിരുപ്പിറവിയെക്കുറിച്ച്, യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കറിയ പ്രവാചകന് ദൈവം കൊടുത്ത പ്രവചനമാണിത്. പ്രിയമുള്ളവരെ, എത്രയോ സത്യമാണ്. ആ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ടാണ് യേശു കൂടാര തിരുനാളിൽ ആ ദേവാലയത്തിൻ്റെ പരിസരം മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശത്താൽ നിറയപ്പെടുകയാണ്. ഒരു ശൂന്യത അനുഭവത്തിലാണ് ലോകത്തിലെ ജനകോടികൾ. എന്നാൽ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ അവിടെ ഹൃദയമാകുന്ന കൂരിരുട്ടിലേക്ക് ഒരു നക്ഷത്ര വിളക്ക് തെളിയുന്ന പ്രകാരമാണ് യേശു അവിടെ ഹൃദയത്തിൽ, ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, യേശുവില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുക. ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നു. അനുദിന ജീവിതത്തിൽ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നേരിടുന്നു. രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ആരെ വിളിച്ചപേക്ഷിക്കും? ആരിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കും? പ്രിയമുള്ളവരെ, അവിടെയാണ് യേശുവാകുന്ന പ്രകാശത്തെ ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. യേശുവിൻ്റെ നന്മയുടെ ഈ പ്രകാശം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അതിനാൽ തന്നെ അനുഗ്രഹമാകും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അകൃപയിലേക്കാണ് വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. ഈശോ പറയുന്നുണ്ട് വചനത്തിൽ, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവാകുന്ന പ്രകാശം അത് നന്മയുടെ തിരുവട്ടമാണ്. യേശുവാകുന്ന വെളിച്ചം അത് സ്നേഹത്തിൻ്റെ പ്രകാശമാണ്. നമുക്ക് തിരിച്ചറിയാം, കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ അവിടുത്തെ പ്രകാശത്തിൽ പങ്കുപറ്റുവാനും ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുന്നവരുമായി തീരുവാനും സവിശേഷമാമിതം ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. ഓരോ ദിനവും ഈ വലിയ പ്രതീക്ഷയോടെയാണ് ദൈവമായ കർത്താവ് നമ്മുടെ ആയുസ്സിൽ ദാനമായി നൽകുന്നത്. പ്രിയമുള്ളവരെ, തിരിച്ചറിയാം, ഈ ദിനത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഈശോ എന്നോട് നിങ്ങളോട് പറയുകയാണ്, മകനെ, മകളെ, ഈ ദിനം എൻ്റെ പ്രകാശമായി തീരാൻ നിനക്ക് കഴിയുമോ? നീ കണ്ടുമുട്ടുന്നവരുടെ മുഖത്ത് നോക്കി ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കുമ്പോൾ നീ എൻ്റെ പ്രകാശമായി മാറുകയാണ് ചെയ്യുന്നത്. സങ്കടങ്ങളിൽ വേദനിച്ചിരിക്കുന്ന നിൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ അരികിൽ പോയി നീ വിഷമിക്കണ്ട എന്ന് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് നീ പറയുമ്പോൾ നീ യേശുവിൻ്റെ പ്രകാശമായി തീരുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നുപോയി ഇനി മരണം മാത്രമേ എനിക്ക് വഴിയുള്ളൂ എന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നീ കടന്നു എന്ന് നിങ്ങൾ സങ്കടപ്പെടരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഇതിനെയും തരണം ചെയ്ത് നിങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹമായി മാറുമെന്ന് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് കടന്നു എന്ന് യേശുനാമത്തിൽ അവരോടൊന്നിങ്ങനെ പറയാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിൻ്റെ വെളിച്ചമായി തീരുകയാണ്. കർത്താവ് ഈ മനോഹര ദിനം ദാനമായി നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. ഇന്നേ ദിനം എൻ്റെ പ്രകാശമായി മാറാൻ നിനക്ക് സാധിക്കുമോ? ഞാനാകുന്ന ഈ പ്രകാശം സ്വീകരിച്ച് ഇരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദുഃഖനിരാശ മൂടിയ ഈ മനുഷ്യ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് എൻ്റെ പ്രകാശമായി മാറാൻ, നന്മയുടെ ഒരു നാളം തെളിക്കാൻ നിനക്കാകുമോ എന്ന് കർത്താവ് സ്നേഹപൂർവ്വം ഇതിനെ നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ദിവസം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊരു തീരുമാനമെടുക്കാം. ഈശോയെ, ഈ ദിനം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ കണ്ടുമുട്ടുന്നവരുടെ ഒരാളെപ്പോലും ഒഴിവാക്കാതെ അവരുടെ മുഖങ്ങളിൽ നോക്കി ഞാൻ നിനക്ക് വേണ്ടി പുഞ്ചിരിക്കും. വേദനിക്കുന്നവരുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഞാൻ അവരെ ബലപ്പെടുത്തും. അങ്ങനെ ഈ ദിനം ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. കർത്താവെ, അതിനുള്ള കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവൻ നമ്മെ കൃപയാൽ നിറയ്ക്കും, തൻ്റെ ആത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തും, അവൻ്റെ സ്നേഹാഗ്നിയാൽ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും.
അങ്ങനെ ഈ ദിനം ഒരു വലിയ അനുഗ്രഹമായി അവൻ നമുക്ക് രൂപാന്തരപ്പെടുത്തി തരും. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കൃപയ്ക്ക് വേണ്ടി, ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ നല്ല തമ്പുരാനെ, ഈ ജീവിതത്തിൽ നിന്നെ അറിയുവാനിട വന്നത് എത്രയോ മഹാഭാഗ്യമാണ്. ഓ ദൈവമേ, ഇരുൾ നിറഞ്ഞ ഈ ജീവിത വഴികളിൽ നിന്നെ അറിയുവാനിട വന്നതാണ് ജീവിതത്തിൻ്റെ പ്രകാശമെന്ന്, ജീവിതത്തിൻ്റെ വെളിച്ചമെന്ന് തിരിച്ചറിഞ്ഞ് നീയാകുന്ന സ്നേഹത്തിൻ്റെ പാതയിൽ അനുദിനം സഞ്ചരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ, അനുഗ്രഹം അവിടെ നൽകണമേ. കർത്താവ് യേശുവെ, ദേവാലയത്തിൻ്റെ മോണ്ടളത്തിൽ നിന്നുകൊണ്ട് നീ വിളിച്ചു പറഞ്ഞില്ലേ, ഞാനാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം. ഫരിസേയർക്ക് അത് ഇടർച്ചയ്ക്ക് കാരണമായി. അവർ നിന്നെ ചോദ്യം ചെയ്തു. അപ്പോൾ നീ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം സത്യമാണ്. വെളിച്ചമായ പ്രകാശമായ എൻ്റെ പിതാവിൻ്റെ അരികിൽ നിന്നാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ആ പിതാവ് എൻ്റെ കൂടെയുണ്ട്. നല്ല യേശുവെ, ഞങ്ങളുടെ കൂടെ നീ ആയിരിക്കുവാൻ തക്കവിധം, നിൻ്റെ പ്രകാശമായി സ്നേഹമായി ഞങ്ങൾ പരിണമിക്കാൻ തക്കവിധം നിൻ്റെ കൃപയാൽ, സ്നേഹത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ജീവിത വഴികളിലെന്നും ആ ദൈവ തിരുഹിതത്തെ തിരുവചനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ സുവിശേഷം ജീവിക്കുവാൻ, ആ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അമ്മ യേശുവിൻ്റെ വെളിച്ചമായി തീരാൻ എലിസബത്തിൻ്റെ അരികിലേക്ക് ദുർഘടമായ ഒരു കാൽനട യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് വചനം വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. അമ്മയുടെ യാത്ര എത്ര ഉദാത്തമായിരുന്നു. അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അവളെ ആത്മനിറവോടെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തപ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ്, എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപകൻ ആ പരിശുദ്ധാത്മാവിൻ്റെ അലയടികളാൽ അവൻ തുള്ളിച്ചാടി. അമ്മേ ദൈവമാതാവേ, അമ്മയെപ്പോലെ ഞങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ വെളിച്ചമാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത മാതൃക യേശുവിൻ്റെ പ്രകാശത്തിൽ പങ്കുപറ്റി എന്ന മനോഹര മാതൃകയാണ്. നിങ്ങളെപ്പോലെ ഞങ്ങളും ഈ കാലഘട്ടത്തിൽ ഇരുൾ നിറഞ്ഞ ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ പ്രകാശമായി മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പമായിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ. ഞങ്ങൾക്ക് പരിപാലനം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മുന്തിരി
രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ
സർവത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്നൊരു മനമായി നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്കാ തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാ വിശ്വാസികളോട് ചേർന്ന് ഒരേ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിലും രോഗങ്ങളിലുമായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും ഈ ആശീർവാദ വേളയിൽ കർത്താവിനെ ആണിപ്പാടുള്ള കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിവപ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങൾ പ്രേക്ഷിത മക്കൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാപകൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും പരിപാലനവും വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ആമേൻ.